ഷെയ്ഖ് അബ്ദുൽ ജബ്ബാർ ഹസരത്ത് അവിടെ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് കേരളത്തിൽ നിന്നുള്ള ആളുകൾ അവിടെ പഠിക്കാൻ വരും, ഉത്തരേന്ത്യയിലുള്ള ആളുകൾ വരും. അവിടെ പോകുന്നത് കുറേയൊക്കെ ഓതി പഠിച്ച ശേഷമാണ്. അവിടെ എത്തിയാൽ പല മസലകളിലും പ്രശ്നമുണ്ടാകും, അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചത്രേ, നിങ്ങൾ ഇതിനാണെങ്കിൽ എന്തിനെങ്ങോട്ട് വന്നത്? നിങ്ങൾ പഠിക്കാൻ വന്നതല്ല, നിങ്ങൾ ഹദീസ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അത് അമൽ ചെയ്യാൻ വന്നതല്ലേ? നിങ്ങൾ നാട്ടിൽ നിന്ന് കുറച്ച് കാര്യം മനസ്സിലാക്കി വരും, എന്നിട്ട് ഇവിടെ വന്നിട്ട് അതിന് പേര് ചണ്ട കൂടാനാണ്. അവിടെ നിന്ന് പഠിച്ച് അല്ലസേറിൽ പോയി, അല്ലസേറിൽ നിന്ന് ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിൽ വന്നു. പിന്നെ അദ്ദേഹം ജോലി ചെയ്തത് ഇവിടെ പരിചയപ്പെടുത്തിയ കുറേ മാതൃരാജ്യം വിട്ടുപോയി. അൾജീരിയയിൽ അദ്ദേഹം ജോലി ചെയ്തു. പിന്നെ അദ്ദേഹം ദുബായിൽ ജോലി ചെയ്തു. പല കോൺഫറൻസിലും പങ്കെടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. ഞാൻ എൻ്റെ PhD റിസർച്ചിൽ ഇന്ത്യയിൽ നിന്ന് ഹറമൈനിലേക്ക് പോയ പണ്ഡിതന്മാരെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് അലിയുൽ മുത്തഖയെ കുറിച്ച് പറഞ്ഞിവിടെ അദ്ദേഹത്തിന്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഉലമാക്കളെ കുറിച്ചുള്ള പഠനത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം അറബി ഗ്രന്ഥങ്ങൾ രചിച്ച് ലോകത്തറിയപ്പെട്ട ആൾ എൻ്റെ അഭിപ്രായത്തിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമാണ്. പിന്നെ മഖ്ദൂം കുടുംബത്തിലെ ചില പണ്ഡിതന്മാരും. അതിനുശേഷം ഉണ്ടായിരുന്നത് നമ്മുടെ പഠനത്തിൽ കിട്ടിയത് ഡോക്ടർ മൊഹീദ്ദീൻ ആലുവായിയാണ്. അത്രയധികം പുസ്തകങ്ങൾ സാഹിത്യരംഗത്തും മതവിഷയങ്ങളിലും സാംസ്കാരിക വിഷയങ്ങളിലും അറബിയിലും ഇംഗ്ലീഷിലും ഉറുദുവിലും ഒക്കെ എഴുതിയിട്ടില്ല. പിന്നീട് ഇപ്പോൾ നമ്മുടെ അറിവിൽ ഹംസ മലൈബാരിയാണ്. അദ്ദേഹത്തിന് മുവാസന ഞാൻ പലതവണ വായിച്ചിട്ടുണ്ട്. അതിൽ ഇവിടെ സൂചിപ്പിച്ച വിധം ഹദീസ് തിരഞ്ഞെടുക്കുന്നതിലുള്ള മാനദണ്ഡം അതൊരു ഗവേഷണത്തിന് വിധേയമാക്കി എന്നത് ചെറിയ കാര്യമല്ല. കാരണം കാലം മാറും, പുതിയ പ്രശ്നങ്ങളുണ്ടാകും, പുതിയ അനുഭവങ്ങളുണ്ടാകും, പുതിയ ചോദ്യങ്ങളുണ്ടാകും. പുതിയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ ആവശ്യമായി വരും. അടിസ്ഥാനത്തിൽ ഊന്നി നിന്നുകൊണ്ട് വ്യാഖ്യാനങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ തന്നെ ഒരു മൻഹജ്, അദ്ദേഹം പലപ്പോഴും പ്രസംഗത്തിൽ പറഞ്ഞു, മൻഹജ് എന്ന് പറഞ്ഞാൽ രീതിശാസ്ത്രമാണ്. ആ രീതിശാസ്ത്രം തെറ്റിപ്പോയാൽ ഹദീസിനെ സ്വീകരിക്കുന്നതും തെറ്റും. ഷമദാനി സാഹിബ് പറഞ്ഞ പോലെ ഒരു ബേസ് ഇല്ലാതെ മുന്നോട്ട് പോയാൽ പിന്നീട് അവിടെ ചെന്നെത്തും എന്നത് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് ഖുർആനിലെ വിശദീകരണവും വ്യാഖ്യാനവും എല്ലാമായി പൂർണ്ണമായി നമ്മൾ ഉൾക്കൊള്ളുന്ന ഹദീസ്, അതാണ് എൻ്റെ ദീൻ അല്ലെ ദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഒരു പ്രഖ്യാപനത്തിന് ഹംസ മലബാരിയുടെ ഈ സാന്നിധ്യം ഉപകരിക്കും എന്ന് ഞാൻ ആശിക്കുകയും അദ്ദേഹത്തിന് നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളിലും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു.